രണ്ടാം തവണയും നവരാത്രി ഘോഷയാത്രയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി കേരള പോലീസിലെ വനിതാ ബറ്റാലിയൻ. ഘോഷയാത്ര ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ബറ്റാലിയൻ ക്യാപ്റ്റൻ ലാറ്റ ജനം ടിവിയോട് പറഞ്ഞു. നവരാത്രി ഘോഷയാത്രയിൽ ഏറ്റവും ആകർഷണമായിട്ടുള്ളത് തിരുവനന്തപുരത്ത് ജില്ലാ അതിർത്തിയായ പാറശാലയിൽ വനിതാ പോലീസ് ഗാർഡ് നൽകുന്ന സ്വീകരണമാണ്. രണ്ടാം തവണയാണ് കേരള പോലീസിന്റെ വനിതാ ബറ്റാലിയൻ നവരാത്രി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നത്. 34 അംഗങ്ങളാണ് ഈ വനിതാ ബറ്റാലിയനിൽ സ്വീകരണം നൽകുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇതിന്റെ ഗൈഡ് ഓഫീസറായിട്ടുള്ള ലിൻഡ മാഡം തന്നെ ചേരുന്നു. മാഡം, രണ്ടാം തവണയാണ് ഇത്തവണ ഈ കേരള പോലീസിലെ വനിതാ ബറ്റാലിയൻ നവരാത്രി ഘോഷയാത്രയുടെ ഭാഗമാകുന്നത്. എങ്ങനെ തോന്നുന്നുണ്ട്? രണ്ടാമതും നവരാത്രി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകാൻ അവസരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നത് കേരള പോലീസിലെ വനിതാ ബറ്റാലിയൻ. ഈ രണ്ടാം തവണ എത്തുമ്പോൾ എത്ര ദിവസത്തെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾ 2-3 ദിവസത്തെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് വരണമെന്നുള്ളത്. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വനിതാ പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യം വലിയ നാരീശക്തിയായി മാറുന്ന കാലത്താണ് ഇത്തരത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ഇതിങ്ങനെ വനിതാ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓൺ കൂടി നൽകുന്നുണ്ട്. ഈ സംരംഭത്തെ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെയധികം അഭിമാനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തോന്നുന്നില്ല. ഈ മാഡം സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തർക്കും അഭിമാനമാണ്. ഇതിൽ കഴിഞ്ഞ തവണ കണ്ട മുഖങ്ങളിൽ പലരും ഇത്തവണ ഇല്ല. ഇതിൽ പുതിയ ആൾക്കാരാണ് ഞാൻ കാണുന്നതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. എങ്ങനെ തോന്നുന്നുണ്ട് മാഡം ഇതിൽ പങ്കെടുക്കാൻ? ആദ്യമായിട്ടാണ് പങ്കെടുത്തത്. വളരെ സന്തോഷം, അഭിമാനം. ഈ നവരാത്രി ഘോഷയാത്രയിൽ 2 ദേവിമാരെയാണ് സ്വീകരിക്കുന്നത്. നിങ്ങളും നാരി ഭഗവതിയായി തന്നെയാണോ അതിനെ? ഞങ്ങൾ ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണ്, അതിൽ അഭിമാനമുണ്ട്. ഓരോരുത്തർക്കും അഭിമാനം തന്നെയാണ് നവരാത്രി ഘോഷയാത്രയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ, അതിന്റെ ഭാഗവാക്കാകാൻ സാധിച്ചതിൽ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ വിജു എം സായിക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.